മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മഹാലക്ഷ്മി ലേഖയ്ക്ക് തന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പോകുവാണെന്ന് പറഞ്ഞ് കണ്ണനോട് യാത്ര പറഞ്ഞ് പുറപ്പെടുന്നുണ്ട്. അന്നേരം ലേഖയും മഹാലക്ഷ്മിയും കൂടി കുടുംബക്ഷേത്രത്തിൽ പോകുന്നു. അയ്യപ്പസ്വാമി രൂപം മാറി വന്ന അദ്ദേഹവും അവിടെ ഉണ്ടാകും. അദ്ദേഹം ദൈവമല്ല, പച്ചയായ മനുഷ്യൻ തന്നെയായിരുന്നു. അദ്ദേഹം മഹാലക്ഷ്മിയെ കാണുമ്പോൾ ഓടി ഒളിക്കുന്നു. അയ്യോ, മഹാലക്ഷ്മി വരുന്നുണ്ടല്ലോ, കണ്ടാൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കും, സീനാകും. പേരെന്താണ്, സ്ഥലമേതാണ്, ഊരും പേരുമില്ലാത്ത ഞാനെന്ത് മറുപടി കൊടുക്കാനാന്നൊക്കെ പറഞ്ഞ് ഒളിച്ചു നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒളിച്ചു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അന്നേരം മഹാലക്ഷ്മിയെ ലേഖയും തൊഴുത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് തിരികെ ഇറങ്ങുമ്പോൾ അവിടേക്ക് ദേവി മുത്തശ്ശി വരുന്നുണ്ട്. മഹാലക്ഷ്മിയോടും ലേഖയോടും മുത്തശ്ശി വിശേഷങ്ങൾ ചോദിക്കുന്നു. മഹാലക്ഷ്മിക്ക് മുത്തശ്ശിയെ കണ്ട് നല്ല സന്തോഷമാകുന്നുണ്ട്. ഞാൻ എപ്പോൾ വന്നാലും മുത്തശ്ശിയെ കാണാറുണ്ട്. ഇന്നും കാണാൻ പറ്റണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഞാനൊരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണെന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അമ്മയ്ക്കെല്ലാം അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് മഹാലക്ഷ്മി. അന്നേരം ദേവി മുത്തശ്ശി പറയുന്നു, ഞാനെല്ലാം അറിയുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അമ്മയുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ മഹാലക്ഷ്മി ഒരു ആഗ്രഹം പറയുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയും ദേവി മുത്തശ്ശിയും നിന്ന് ഫോട്ടോ എടുക്കുന്നു. ലേഖ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മഹാലക്ഷ്മി ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. കണ്ണൻ ഫോട്ടോ എടുത്തപ്പോൾ മാഞ്ഞു പോയ പോലെ ആകരുതെന്ന് കരുതി മഹാലക്ഷ്മി മുത്തശ്ശിയുമായിട്ടെടുത്ത ഫോട്ടോ തിരിച്ച് നോക്കുന്നുണ്ട്. മുത്തശ്ശിയുടെ തോളിൽ കൈവെക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ കയ്യിൽ എന്തോ ഒരു പ്രത്യേക ഫീല് തോന്നുന്നുണ്ട്. മഹാലക്ഷ്മി പെട്ടെന്ന് കൈ വലിച്ചെടുക്കുന്നു. അത് കണ്ട് ഞെട്ടുന്നുണ്ട് ലേഖയും. സംസാരിക്കുന്ന കൂട്ടത്തിൽ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ അസത്യങ്ങളൊന്നും പറയാറില്ല. മോൾക്ക് അധികം വൈകാതെ ഒരു കുഞ്ഞ് ജനിക്കുമെന്നൊക്കെ ദേവി മുത്തശ്ശി മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മഹാലക്ഷ്മിയും മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, അത് കണ്ണേട്ടൻ്റെ കുഞ്ഞാണോ എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി മറുപടി പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നു. പിന്നെ കാണിക്കുന്നത് മഹാലക്ഷ്മിയും ലേഖയും വീട്ടിലേക്ക് പോകുന്നു. അവിടെ അനന്തവും ഉണ്ടായിരുന്നു. അവിടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞിൻ്റെ കാര്യമൊന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ലേഖയ്ക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിനെ തുടർന്ന് ധാരാളം ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ്. ആ സമയത്താണ് ഇവളുടെ തലയിൽ ഒരു പുതിയ ആശയം ഉദിച്ചതെന്നൊക്കെ അനന്തു പറയുന്നുണ്ട്. കണ്ണേട്ടൻ്റെ സമ്മതം ഞങ്ങൾ നേരത്തെ മേടിച്ചിരുന്നെന്ന് ലേഖ പറയുന്നു. വേറെ വഴിയില്ലാത്തതിനെ തുടർന്ന് IVF മാർഗം ഉപയോഗിച്ച് മഹാലക്ഷ്മിയെ ഗർഭിണിയാക്കി കുഞ്ഞിനെ കിട്ടുക എന്നതാണ് ഇവരുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുന്നുണ്ട് മഹാലക്ഷ്മി. അന്നേരം മഹാലക്ഷ്മി പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട്, എൻ്റെ കണ്ണേട്ടൻ്റെ കുഞ്ഞിനെ അല്ലാതെ ആരുടെ കുഞ്ഞിനെയും ഉദരത്തിൽ വഹിക്കില്ലെന്ന് പറയുന്നു മഹാലക്ഷ്മി. എൻ്റെ കണ്ണേട്ടന് എന്നൊരു കുഞ്ഞിനെ എനിക്ക് തരാൻ ശേഷിയുണ്ടോ അന്ന് വരെയും ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ഇറങ്ങുന്നു. അതിനു പിന്നാലെ കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് മഹാലക്ഷ്മി കണ്ണനോടും ദേഷ്യപ്പെടുന്നുണ്ട്. കണ്ണേട്ടൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഒരു വാക്കുപോലും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പരാതി പറയുന്നുണ്ട് മഹാലക്ഷ്മി. എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ കണ്ണേട്ടന് അറിയില്ലേ? കണ്ണേട്ടൻ്റെ ഒരു കുഞ്ഞിനെ മതി എനിക്ക് കുഞ്ഞുങ്ങളെ താലോലിക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുള്ള ആൾ തന്നെയാണ്. പക്ഷേ എനിക്ക് നിർബന്ധമാണ്, എനിക്ക് കണ്ണേട്ടൻ്റെ കുഞ്ഞിനെ തന്നെ വേണമെന്നുള്ളത് നിർബന്ധമാണെന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അതിന് പിന്നാലെ മുത്തശ്ശിയെ കണ്ടതും ഫോട്ടോ എടുത്തതും ആ ഫോട്ടോ കണ്ണനെ കാണിക്കാനുമൊക്കെ മഹാലക്ഷ്മി കൊണ്ടുപോകുന്ന സമയത്ത് കണ്ണനെ കാണിക്കുമ്പോൾ മഹാലക്ഷ്മിക്കൊപ്പം മുത്തശ്ശിക്ക് പകരം കണ്ണനെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അന്നേരം മഹാലക്ഷ്മി ആകെ ഷോക്കാവുന്നുണ്ട്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, ഇനി ആ മുത്തശ്ശി ദൈവസാന്നിധ്യമുള്ള ആരെങ്കിലും ആകാം, അതുകൊണ്ടാവും ഫോട്ടോയിലൊന്നും പതിയാത്തതെന്ന് പറയുന്നു. അന്നേരം മഹാലക്ഷ്മിയും പറയുന്നു, എന്നാൽ ശരിയാകും കണ്ണേട്ടാ, എനിക്ക് മുന്നിൽ ആ ദേവി തന്നെയാകും പ്രത്യക്ഷപ്പെടുക എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിൽ നിൽക്കുന്ന നിമിഷം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.